മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യുന്നത് ചെണ്ടങ്കപ്പയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല വട്ടൽമുളക് ചമ്മന്തിയാണ്, അച്ചാർ. അതിനായി ഒരു 8 വട്ടൽമുളക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇത് ചെറിയ ഉള്ളി, ഇത് വാളംപുളി, ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ, ഇത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് സ്റ്റവിൽ തീ കത്തിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഈ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കണം. കരിഞ്ഞു പോകുന്ന ഓർമ്മ കേട്ടോ. ഇതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കാം. അടുത്തത് ചെറിയ ഉള്ളി വാട്ടിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കണം. നല്ലതുണ്ടോ എക്കുമ്പോഴത്തേക്കൊരു ഇതുപോലെ വാട്ടിയെടുക്കണം. ഉള്ളി അതുപോലെ തന്നെ വാട്ടിയെടുക്കണം. എന്നിട്ട് ജാറിലേക്ക് ഇത് ആറിയ ശേഷം, ചൂടാറിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ജാറിലേക്കിട്ട് അരയ്ക്കണം. ചെറിയ ഉള്ളി, ആദ്യം ഉള്ളി ഇടുക. വറ്റൽമുളക് അതോ ഞെരിഞ്ഞിരാന്ന് ആയി. ഇനി ഇതിലേക്ക് ഇത് എടുത്ത് വച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇത്തിരി ഉപ്പ്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എണ്ണ കാച്ചി വറ്റൽമുളക് കാച്ചി എടുത്ത ആ എണ്ണയില്ലേ, ആ എണ്ണ ചൂടാറിയിട്ട് ഒഴിച്ചാലും മതി. ചൂടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒന്നോടെ കച്ചെടുക്കാം. അതിന് പേസ്റ്റ് പോലെ വരണം കേട്ടോ. ഇത് നല്ലപോലെ
നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെയാണ് നോക്കണേ, അതനുസരിച്ച് എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. നല്ല ചെണ്ടങ്കപ്പയുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വറ്റൽമുളക് ചമ്മന്തിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.